എന്താ പരിപാടി? നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി സെറ്റാക്കണം. ഇവിടെ നമുക്കേ കുറച്ച് ഒരു ജെൻസി വെബ് പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതിന് കുറച്ച് ചൂടോടെ കുറച്ച് സ്ഥാനാർത്ഥികൾ പിടിക്കാം. ആരെയാ വേണ്ടേ? അതൊക്കെ ആരെങ്കിലും ഒപ്പിക്കാം. കുറച്ച് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ സെറ്റാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ? ബാ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. അപ്പോ നമുക്ക് തുടങ്ങുമല്ലേ? സെറ്റല്ലേ? പിന്നെന്താ, എല്ലാം സെറ്റാണ്. നമ്മളിതാ തുടങ്ങാൻ പോവാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് ചൂടോടെ ഒരു സ്ഥാനാർത്ഥിയും കിട്ടിയിട്ടുണ്ട്. ആരാ അത്? തൃക്കാക്കരയിൽ 2020 സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന അഖിൽ മാരാരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ധന്യ മാരാര് മിന്നിക്കും ഓഫ് കോഴ്സ്. അപ്പൊ നമ്മുടെ ചൂടേറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ ഇവിടെ സെറ്റാണ്. ചേട്ടൻ സെറ്റല്ലേ? ഞാൻ സെറ്റ്. സോ വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. ആരാണ് അഖിൽ മാരാർ? ഒറ്റ വാക്കിൽ എന്താണ് ഒരു ഉത്തരം? അഖിൽമാരെ വളരെ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിച്ചവൻ്റെ ഒരു പോരാട്ടമുണ്ട് കഴിഞ്ഞ 37 വർഷത്തെ ജീവിതത്തിനിടയിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രത്യേകത, ഈ ഏറ്റവും സാധാരണക്കാർക്കിടയിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് കൃത്യമായിട്ടറിയാം. അതിനുശേഷം ജീവിതത്തിലൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ട് ഈ നിങ്ങളൊക്കെ കാണുന്ന ഇന്നത്തെ ഒരു അഖിൽ മാരാരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നൊരു ചേഞ്ച് ഉണ്ട്. ആ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ പറയും. അപ്പം തൃക്കാക്കര പോലൊരു മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസും അല്ലെങ്കിൽ ജനങ്ങളും ഉള്ളൊരു മണ്ഡലമാണ്. ഒരു അപ്പർ ക്ലാസ് കാറ്റഗറിപ്പെടുന്ന ആൾക്കാരുമുണ്ട്, ജീവിതത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ രണ്ട് മനുഷ്യരെയും മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഇന്നും അമ്മ തൊഴിലുറപ്പിന് പോകുന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു മകൻ. ഇപ്പോഴും ആ ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു മാറ്റങ്ങളില്ലേ? ഇപ്പോൾ സംവിധായകനായിട്ടുണ്ട്, വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലെ ഒരാളാണ് അഖിൽ മാരാർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണോ ആഗ്രഹിക്കുന്നത്, അല്ല ഒന്ന് രാഷ്ട്രീയക്കാരനായിട്ട് ഇനി കുറച്ചു കാലം അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് പോകാനാണോ? ഞാൻ 2013 എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പങ്കുവച്ചത്. അതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു നല്ല പൊതുപ്രവർത്തകനാകാൻ അനുഗ്രഹിക്കണം, പ്രകൃതി ഗുരുനാഥനും അനുഭവങ്ങൾ പാഠപുസ്തകവും എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ആഫ്റ്റർ ലീവിങ് ഫ്രം ഓൾ ദ യൂണിവേഴ്സിറ്റീസ് എന്നാണ്. അപ്പം ഞാനും പഠിച്ചു തുടങ്ങിയതൊക്കെ ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യഥാർത്ഥ ജീവിതം എന്താണെന്നും അനുഭവങ്ങളിലൂടെ കിട്ടുന്ന അറിവുകൾ എന്താണെന്നും അത് നമ്മളെ എങ്ങനെ മുന്നോട്ട് നയിക്കുന്നതൊക്കെ പഠിച്ചു തുടങ്ങിയത് 2010 ശേഷമാണ്. അപ്പോൾ അന്ന് ഞാൻ എടുത്ത തീരുമാനം എനിക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് ഭാവിയിൽ മാറണം എന്നുള്ളതാണ്. ഞാൻ രാഷ്ട്രീയം തന്നെയാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. രാഷ്ട്രീയം ചൂസ് ചെയ്തെങ്കിലും രാഷ്ട്രീയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് മറ്റൊരു മേഖലയിൽ എന്തെങ്കിലും ആയിത്തീർന്നതിന് ശേഷം അപ്പം സ്വാഭാവികമായിട്ടും സ്വീകരിക്കാനുള്ള താല്പര്യം ആൾക്കാർക്ക് വർദ്ധിക്കും. നമ്മളവിടെ ഒരു കേപ്പബിൾ പേഴ്സണാലിറ്റി ആയിട്ട് മാറണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് നീ കൊള്ളാമെന്നൊരു തോന്നലുണ്ടാവണം. ഒരു ജനത്തിന് അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവൻ വോട്ട് ചെയ്യുന്ന ഒരാൾ മിടുക്കനാണോ ഇല്ലയോ എന്ന് ഞാൻ പറയാതെ തന്നെ നേരത്തെ നമ്മളെ അറിയാൻ കഴിയണം. ഏകദേശം എൻ്റെ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ലൈഫ് കൊണ്ട് ഞാൻ എന്താണെന്നും ഞാൻ എന്തൊക്കെ ആകുമെന്നും എൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണമെന്താണെന്നും ദോഷം എന്താണെന്നും ഒക്കെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ജനങ്ങൾ പറയാണ് അവൻ കുറച്ച് ഷോ ടീമാണ്, അവന് നമുക്ക് സാധാരണക്കാർക്കൊന്നും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അഖിൽ മാരാർ എങ്ങനെ പ്രതികരിക്കും? അത് ജീവിതത്തിൽ ഷോ കാണിക്കാൻ ആഗ്രഹിക്കുന്നവന് എന്നോട് തോന്നുന്ന ഫ്രസ്ട്രേഷൻ മാത്രമാണ്. ഞാൻ ആക്ച്വലി ഒരു ഷോയും കാണിക്കാത്ത ഒരാളാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷറി വാഹനം അല്ല, അത് ഞാൻ തിരിച്ചു അതായത് നമ്മളെ പരിഹസിക്കാൻ വരുന്നൊരു ടീം കാണുമല്ലോ, അവൻ്റെ മുന്നിൽ ഞാൻ ഷോ കാണിച്ചു കൊടുക്കും. ഇപ്പം ഞാനൊരു ഹോട്ടലിൽ ചെല്ലുമ്പം അവിടുത്തെ ഒരു സാധാരണ ജീവനക്കാരൻ അവിടെ നിൽപ്പുണ്ട്, ഇവളൊന്നും നമ്മളെ ബാഗ് എടുക്കാൻ വരും, ഞാൻ സമ്മതിക്കത്തില്ല. അതേസമയം അയാൾ അവിടെ വന്ന് നിന്നിട്ട് നീ വേണമെങ്കിൽ നിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞാൽ ഞാൻ പറയും ചേട്ടാ ഇത് എടുക്കാൻ പറയും. കാര്യം അത് അയാളുടെ ഉത്തരവാദിത്തമാണത്. പക്ഷേ അത് അയാളെ കൊണ്ട് ചെയ്യിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ചുറ്റിനും ഇപ്പം നമ്മളെ കാണുമ്പോൾ ഒരാൾ ചിരിച്ച് കാണിച്ചാൽ അയാളെക്കാട്ടും ചിരിച്ച് അയാളെക്കാട്ട് മുമ്പിൽ ഞാൻ കുനിഞ്ഞ് സംസാരിക്കും. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരുത്തൻ വലിയ ഷോ ഓഫ് എൻ്റെ അടുത്ത് കാണിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ അപ്പുറത്തെ ഷോ ഞാൻ കാണിക്കും. അഖിൽ മാരാറിന്റെ നിലപാടെന്താണ്? കാരണം കോട്ടത്തലയിൽ നിന്നാണ് വരുന്നത്. ഒരുപക്ഷെ ഇടത് രാഷ്ട്രീയമൊക്കെ ഏറ്റവും ഫലപ്രദമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടത്തല. അപ്പോൾ അവിടെ നിന്നും വരുന്ന അഖിൽ മാരാറിന് ഒരു CPM വിരുദ്ധതയുണ്ട്. പക്ഷേ അവിടെ നിന്ന് അതിനുശേഷം കോൺഗ്രസിലേക്ക് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു. എന്താ ഉദ്ദേശ സ്ഥിതി? നമ്മൾ ഈ എപ്പോഴായിരിക്കും ചിലതിനെ എതിർത്ത് തുടങ്ങുന്നത്? നമ്മൾ കുട്ടിക്കാലം മുതലേ കാണുന്ന കാഴ്ചകളിലൂടെ നമ്മളുടെ കൺമുന്നിലുള്ള ഒരു പ്രസ്ഥാനം അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ തലമുറയോട് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മളൊരു വിമതനായി മാറുന്നത്. നമ്മൾ കാണുന്നതെല്ലാം നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തോ ചെയ്യും?
നമ്മൾ അവരുടെ കൂടെ സഞ്ചരിക്കും. ഇപ്പം നിങ്ങൾ ഈ ചാനൽ ജോലി ചെയ്യുമ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രിവിലേജ് പണം ഇതെല്ലാം നിങ്ങൾ കിട്ടുന്നിടത്തോളം കാലം നിങ്ങൾ ഇത് നിൽക്കും, നിങ്ങൾ ഇത് ചാടും. എന്റെ ഒരു മികച്ച സാധനമാണ് ദാൻ കോൺഗ്രസ്. അങ്ങനല്ല, എല്ലാവരും മികച്ചതായി മാറുന്നത് മികച്ച വിഷനുള്ള നേതാക്കന്മാർ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ്. ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയൊക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതിൻ്റെ 7 അയലത്ത് വരാൻ ഇന്നത്തെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് ഇന്ദിരാഗാന്ധി അല്ല രാഹുൽ ഗാന്ധി എന്നുള്ളതുകൊണ്ടാണ്. 2013 മുതൽ 2016 വരെ ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ വളരെ സജീവമായിരുന്നു. വളരെ സജീവം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ ഞാനില്ലാത്ത വിഷയങ്ങളില്ല, ആ രീതിയിൽ ഞാൻ സജീവമായിരുന്നു. പക്ഷേ 2015 അവസാനം അന്നത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണം നൽകി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അയാളെ പാർട്ടി സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു കാരണവശാലും ഇയാളെ മത്സരിപ്പിക്കാൻ പാടില്ല, പാർട്ടിയുടെ തീരുമാനം എടുക്കേണ്ടത് സമുദായങ്ങളല്ല. ഞാൻ NSSൻ്റെ യുവജന വേദിയിലുള്ള ഒരാളായിരുന്നു. പക്ഷേ ഞാൻ NSSനെതിരെ ഞാൻ പറയുകയാണ്. പറഞ്ഞിട്ട് ഇയാളെ മത്സരിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വാശിയുണ്ടാക്കി 100 വോട്ട് പോലും നീ പിടിക്കത്തില്ലെന്ന് പറഞ്ഞപ്പം പോയി ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ആ വാശിപ്പുറത്ത് മത്സരിച്ചതാണ്. 100 വോട്ട് പിടിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം 1500 വോട്ട് പിടിച്ച് കാണിച്ചു കൊടുത്തു. ഇത്തവണ എത്ര വോട്ട് പിടിക്കുന്നുണ്ട്? മുഖ്യമന്ത്രിയായ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? എല്ലാ ആൾക്കാരും ചെയ്ത കണക്കൊക്കെ ചെയ്യാൻ പറ്റും. കാര്യം ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന പൊസിഷനേക്കാൾ ഉപരിയും നമ്മളൊരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ ആ പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യപ്പെടണം. ഇപ്പം ഞാനൊരു MLA ആയി എന്ന് വെച്ചോളൂ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വെച്ചോളൂ. ഞാനിത് ചെയ്യാൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആദ്യം ആരെന്നെ സഹായിക്കണം? എൻ്റെ പാർട്ടി എന്നെ സഹായിക്കണം. രണ്ടാമത് ഭരിക്കുന്ന സർക്കാർ എന്നെ സഹായിക്കണം. മൂന്നാമത് ഈ ഒരു പദ്ധതി അവിടെ കൊണ്ടുവരുമ്പം ആ പദ്ധതി ജനങ്ങൾ സഹകരിക്കണം. അപ്പോൾ എല്ലാവരും കൂടി സഹകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ നാട്ടിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ആശയങ്ങൾ മാത്രം പങ്കുവയ്ക്കാനേ ഏതൊരാൾക്കും കഴിയത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തികൾ വരുമ്പോൾ ഈ ജനങ്ങളുടെ ചിന്തകൾ മാറി തുടങ്ങും. ഇപ്പം നോട്ട് നിരോധനം നരേന്ദ്രമോദി ജനങ്ങളുടെ ചിന്ത മാറുമെന്ന് ഉറപ്പാണോ? അങ്ങനൊന്നും ജനങ്ങൾ മാറത്തില്ല. അവരെ മാറി ചിന്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ തുടർച്ചയായിട്ട് ശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്തിന് എന്ന ചോദ്യം നമ്മളോടും ജനങ്ങളോടും ചോദിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ഈ അടുത്തൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ചെന്നിത്തലയുടെ ഒപ്പമുള്ള ഒരു പോസ്റ്റ്, കുറച്ച് വിവാദമായിട്ടുള്ള ഒരു പോസ്റ്റ്. വിവാദമാക്കിയത്. അപ്പൊ അതിന്റെ ഒരു കുറെ ട്രോൾസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായല്ലോ. അതെ, അതിനോട് കൂടി ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ അഖിൽമാരാരുണ്ട് അല്ലെ, എന്തെങ്കിലും ഇപ്പൊ നേരത്തെ എപ്പോഴും സജീവമാണ്. ഇത് ശരിക്കും ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു കാര്യമാണോ? അതായത് എന്നെ കുറച്ച് പേരറിയണം, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയാ, ഞാൻ ഇവിടെ ഉണ്ടടാ എന്നെല്ലാവരെയും അറിയിക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കാണോ? ഇന്നലെ 24 വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് എന്നെ സമയം ചോദിച്ചാണോ, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് എന്നെ സമയം ചോദിച്ചാണോ? ഇതെന്തെന്ന് വെച്ചാൽ മറ്റേ ഞാൻ കുറച്ച് മുമ്പ് തമാശ രൂപേണ പറഞ്ഞ കണക്ക് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് മൂന്നാറിൽ നിന്ന് വരുമെന്ന് പറയും. ഇപ്പം അതിനു മുമ്പ് നമ്മൾ ആ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ ഒരു ബൈറ്റ് എടുത്ത് വെച്ചിട്ട്, അതായത് പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്തവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കരുത് എന്ന് പത്രക്കാരോട് പറഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു പരിഹാസം എടുത്ത് കുറേ ട്രോളർമാർ അഖിൽമാരാരെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല എന്നോട് എന്താണ് പറയുന്നതെന്നും VD സതീശൻ എന്നോട് എന്താണ് പറയുന്നതെന്നും അവരുടെ വോയിസ് എടുത്ത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇത് ജനത്തിന് മനസ്സിലാവും. അല്ലെങ്കിൽ ഏത് സീറ്റിൽ നിങ്ങൾക്ക് അഖിലിനെ മത്സരിപ്പിക്കാൻ താല്പര്യമുണ്ട്, ഇതൊക്കെ അവർ പറയുന്ന വോയിസും ചാറ്റും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ. പക്ഷേ ഇത് നമ്മളൊരു മര്യാദയുണ്ടല്ലോ, നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ രമേശിയെ പോയി കണ്ട സമയത്ത് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അവരെ പരിഹസിക്കുകയാണ്. അതായത് എന്നെ ട്രോളിയന്മാരെ ഞാൻ പരിഹസിക്കുകയാണ്. ഈ പറഞ്ഞ ആൾ എനിക്കിന്ന് ഭക്ഷണം തന്നു തന്നിട്ടുണ്ട്, ഇനി ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അതേസമയം രമേശ് ചെന്നിത്തല ഇഷ്ടമുണ്ടെന്ന് കരുതിയോ VD സതീശന് ഇഷ്ടമുണ്ടെന്ന് കരുതിയോ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാര്യം കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ ലീഗ് പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന, നാടിന് തെറ്റെന്ന് തോന്നുന്ന, കോൺഗ്രസിന് തെറ്റെന്ന് തോന്നുന്ന ചില വിഷയങ്ങളെ ഞാൻ ന്യായീകരിക്കേണ്ടി വരും. അപ്പോൾ ഇതെനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ അഖിൽമാരാന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാൾ മനസ്സിൽ കാണുമ്പോൾ അഖിൽമാരാർ അത് മാനത്ത് കാണുന്ന ഒരാളാണെന്നുള്ളത്. അങ്ങനെ ഒരു സാധനം ഉണ്ട് അഖിൽമാരാറിന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് നേരിട്ട് BJP-യിലല്ലാണ്ട് അതൊരു വളഞ്ഞു പിടിച്ചുള്ളൊരു മുക്കുപിടുത്തമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ സംഘിപ്പട്ടം കിട്ടാതിരിക്കാനുള്ള ഒരു വളഞ്ഞു പിടുത്തമാണോ? സംഘിപ്പട്ടമാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അനന്ത പ്രശ്നം. സംഘി എന്ന് വിളിക്കുന്നത് ഈ രാജ്യത്ത് അപമാനകരമായ ഒരു വിളിയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ അതിനകത്തൊരു ധ്വനി ചിലർ കുത്തിക്കയറ്റും. അതായത് ഇപ്പം നമ്മളെ ഒരാൾ പരിഹസിക്കാൻ വേണ്ടി പല വാക്കുകൾ ഉപയോഗിക്കും, അതൊരു പ്രശ്നമേ അല്ല. പക്ഷേ ആ പരിഹാസത്തിലൂടെ നമ്മളെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് വർക്കല്ല. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ശതമാനം മുസ്ലിം സമൂഹമുണ്ട്, ഞാൻ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാർക്കിടയിൽ മുസ്ലിങ്ങളുണ്ട്. എന്നോട് അതായത് ഈ എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് കരുതി വരുന്ന ഒരു പാവപ്പെട്ടവൻ അവൻ്റെ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ അല്ല നമ്മളൊന്നും ഇന്നലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, നാളെയും പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവൻ പറയുന്നതിനകത്ത് റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെന്നും അത് നിങ്ങൾ വിശ്വസിക്കരുതെന്നും, കാരണം ഇവൻ വർഗീയവാദിയാണ്,
അത് കേരള സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നയമാണ് മറ്റുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വർഗീയവാദം നടപ്പിലാക്കാനാണ് BJPയുടെ ലക്ഷ്യമെങ്കിൽ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെ അവർ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത്? ഇപ്പം എനിക്ക് ആത്മീയമായ കാര്യങ്ങൾ കേരളത്തോട് പറയണം, ഞാനൊരു സംഘടന ഉണ്ടാക്കാൻ പോവുകയാണ്, എന്നിട്ട് ഞാൻ പ്രൊഫസർ രവിചന്ദ്രൻ മാഷിനെ പിടിച്ച് അതിൻ്റെ പ്രസിഡന്റ് ആക്കുമോ? അതോ ഞാൻ സ്വാമി ചിദാനന്ദപുരിയെ പിടിച്ച് അതിനകത്ത് ഇരുത്തുമോ? അപ്പം എൻ്റെ ലക്ഷ്യം ആത്മീയത പ്രചരിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിദാനന്ദപുരി ഇരുത്തും. എൻ്റെ ലക്ഷ്യം യുക്തിവാദം പ്രചരിപ്പിക്കലാണെന്നുണ്ടെങ്കിൽ ആ സംഘടന തലപ്പത്ത് ഞാൻ രവിചന്ദ്രൻ മാഷിനെ ഇരുത്തും. അപ്പോൾ ഇതേ കണക്ക് BJPയുടെ ലക്ഷ്യം വർഗീയതയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രാജീവ് ചന്ദ്രശേഖരന് ആവശ്യമില്ല. അത് ഏറ്റവും ഫലപ്രദമാക്കി നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരാളെ കണ്ടെത്തി എൻ്റെ തലപ്പത്തിരുത്തിയാൽ മതി. അവർക്ക് നല്ലൊരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർഗീയത പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനി നയിക്കുന്ന സാബു ജേക്കബിൻ്റെ വികസനം മാത്രം മുന്നോട്ട് വരുന്ന 2020 അവർക്ക് ആവശ്യമില്ല. അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയാണ് കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ പൊതുവെ പറഞ്ഞ ഈ തൃക്കാക്കരക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതെപ്പോഴും അത് സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ അഖിൽമാരോട് ചോദിക്കുകയാണ്, എന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യം? ഉമാ തോമസിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഡ് എത്രയെന്ന് അറിയാലോ? 15 വർഷം ഏതാണ്ട് തുടർച്ചയായിട്ട് ഷീലാജി ദീക്ഷിത് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുന്നേ തുടർച്ചയായി 15 വർഷം ഭരിച്ചതിന് ശേഷം 0 കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള അവസ്ഥ. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഡൽഹി കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗുജറാത്തിൽ എത്ര കാലമായി ഭരണം നഷ്ടപ്പെട്ടെന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് അപ്രമാദിത്വത്തോടുകൂടി ഇരുന്നതെന്നുള്ളതിന് ചുമ്മാ ഒരു ഹിസ്റ്ററി എടുക്കുക. ഇപ്പം ഉത്തർപ്രദേശിൽ 1989 വരെ ഭയങ്കര സ്ട്രോങ് ആയി നിന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അധികാരം ഉണ്ടായിരുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. നശിച്ചുപോയി. കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലാ പണി അവർ ചെയ്തു. അഖിൽ മാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഇനി ഞാൻ മാറ്റിയ നിലപാട് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. അത് നിലപാടാ. പക്ഷെ ബിഗ് ബോസിൽ പോകുന്നതിന് പകരം നിലപാട് എന്താണ്, ഒപ്പീനിയൻ എന്താണ്, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒപ്പീനിയൻ എന്താണെന്നൊക്കെ നിങ്ങളിന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം. നിലപാടെന്ന് പറഞ്ഞാൽ ഇസ്രയേലും പാലസ്തീനും വിഷയം യുദ്ധത്തിൽ നടക്കുമ്പോൾ നമുക്ക് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണത്. ആർക്കൊപ്പം ഞാൻ നിൽക്കണം എന്നതാണ് എൻ്റെ മൈൻഡ് സെറ്റ്. അവിടെ ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് വിത്ത് ഇസ്രയേൽ ഓർ വിത്ത് പാലസ്തീൻ. ഇതിൽ മാറിയതിന് നമുക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾ ഇത്രയും നാൾ നിന്നില്ലേ എന്ന് പറയാം. അതേസമയം രാവിലെ എണീച്ച് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇടണോ വേറൊരു ഡ്രസ്സ് ഇടണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ ഇഷ്ടങ്ങളെ ബേസ് ചെയ്താണ്. തീരുമാനം മാറ്റാന്നാണ് പറയുന്നത്. 100% മാറ്റാൻ പറ്റും. തീരുമാനമല്ലാതെ എന്താണ് പിന്നെ മാറ്റാൻ പറ്റുക? ND അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? തൃക്കാക്കരയിൽ 2020 ജയിക്കുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ പാർട്ടിയിൽ പോയി മത്സരിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ 3-ൽ ഏതാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അവിടെയാണ് ഒരുവന് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനും എന്നോടത്ത് വിളിച്ചു പറഞ്ഞ ആവശ്യങ്ങൾ പറയുന്ന ഒരുവന് ചെയ്തു കൊടുക്കാനുമുള്ള ഒരു അവസരം മാത്രമാണ് പൊളിറ്റിക്കൽ സ്പേസ്. ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പം താൻ പോയിട്ട് റോട്ടിൽ ഒരു അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പ്രശ്നം താൻ കാണുന്നു. താൻ ഒറ്റയ്ക്ക് പോയി ചോദിക്കും നീ ആരടി എന്നൊരു ചോദ്യം വരും. 24-ന്റെ മൈക്കും പിടിച്ച് താൻ പോയി ചോദിക്കുമ്പോൾ ഈ ചോദ്യം വരത്തില്ല. അവിടെ തന്നെ നിലനിർത്തുന്നതും തൻ്റെ ചോദ്യത്തിന് പവർ കൂട്ടിത്തരുന്നതും ഇതാണ് മാധ്യമപ്രവർത്തക എന്ന പവറും. ഇനി മാധ്യമപ്രവർത്തക തന്നെ ആയിക്കോ, അത് ഡിഫറൻറ്റ് ചാനലിൽ വർക്ക് ചെയ്യുമ്പം ഡിഫറൻറ്റ് ലെവലിൽ ഓഫ് അംഗീകാരം കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കാൻ റെഡിയാണ്. അപ്പോൾ ഈ പ്രചരണമൊക്കെ എന്തായി? പ്രചരണം അടിസ്ഥാനപരമായിട്ട് ഞാൻ പുൾ ഓഫ് ചെയ്യേണ്ട മാത്രം കാര്യമല്ല. ഒന്നാമത്തെ കാര്യം ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ആയിട്ടാണ് സ്ഥാനാർത്ഥി നിർണ്ണയം പലരും പൂർത്തീകരിച്ചത്. അത് നമ്മുടെ പാർട്ടി മാത്രമല്ല കേട്ടോ, നിരാശ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതായത് എന്തുകൊണ്ടാണ് കൊട്ടാരക്കര ആഗ്രഹിച്ചതെന്നുള്ളതാണ്. കൊട്ടാരക്കരയിൽ പോയി മത്സരിച്ച് 100% ജയിക്കാൻ കഴിയുമെന്നോ തൃക്കാക്കര മത്സരിച്ച് തോൽക്കുമെന്നുള്ള ചിന്തയുടെ നിരാശയല്ല. എൻ്റെ കൺമുന്നിലൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്നെ പലപ്പോഴായിട്ട് സഹായം ചോദിച്ച് വിളിച്ചിട്ടുള്ള ഈ മനുഷ്യർക്ക് സഹായം ചെയ്ത് എനിക്ക് തന്നെ കൊടുക്കാൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി, അത് ഇവിടെ വേറൊരുത്തം വന്ന് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ ആയിഷാപ്പറ്റി കൊട്ടാരക്കര മത്സരിക്കുന്നു, 15 വർഷം MLA ആയിരുന്നു, അവിടെ ഒരു പുല്ലും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ തന്നെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് കിടപ്പുണ്ട്. 5 വർഷത്തെ ബാലഗോപാൽ അവിടെ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം, എൻ്റെ നാടാണ്. അപ്പം അവർ രണ്ടുപേരും ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ ഒരു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് എന്നിലുള്ള വിശ്വാസവും ഇന്നലകളിൽ എന്നെ കണ്ട ജനതയ്ക്ക് എന്നോടുള്ള വിശ്വാസമായിരുന്നു. അത് എനിക്ക് കിട്ടാതെ പോയല്ലോ. അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ എൻ്റെ നാട്ടുകാർ ഇന്നലകളിൽ എൻ്റെ കൺമുന്നിലൂടെ പോയവർ, 5-6 വർഷം ഞാൻ പഠിപ്പിച്ച നാട്, ക്രിക്കറ്റ് കളിച്ച് നടന്ന പ്രദേശം, ഇങ്ങനെ മനുഷ്യരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നു എന്നുള്ള എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാനൊരു ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഈ കോളേജ് ആ ടൈമിലുള്ള രാഷ്ട്രീയ
സാഹചര്യങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ഒന്നും ഒരു ഉണ്ടായിരുന്നില്ല. പാർട്ടിയിലും ഇല്ലായിരുന്നു. സിവിൽ സർവീസ് ലക്ഷ്യമായിട്ട് IPS കാരനാവാൻ സിവിൽ വേണ്ടി സർവീസ് ആയിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യമായിട്ട് നല്ല രീതിയിൽ മാന്യമായിട്ട് പഠിച്ച് PSC പരീക്ഷകളൊക്കെ എഴുതി പിന്നെ അതെല്ലാം അങ്ങനെ പോയതാണ്. അത് പരിഹാസവും പുച്ഛവും നീ എന്തെങ്കിലുമൊക്കെ ആയെങ്കിൽ മാത്രമേ നിന്നെ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന സമൂഹത്തിന് എന്നോട് കാണിച്ച ദേഷ്യവും എൻ്റെ ഈ ബേസിക് നേച്ചറും ഒരുത്തൻ്റെ മുന്നിലും ഞാൻ താന്നു കൊടുക്കാതെ ഞാൻ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കാര്യം അത് വേടൻ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കിട്ടുന്നത് വേടൻ്റെ സമൂഹം അതിലായതുകൊണ്ടാണ്. അപ്പർ കാസ്റ്റിൽപ്പെട്ട ഒരുവൻ ഇതേ ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ഒരുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആക്ഷേപം അവൻ ജാതിയിൽ കുറച്ച് മേളിലായതുകൊണ്ട് അവന് സമൂഹം തരാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ ബുദ്ധിമുട്ടുകൾ, ഇതേ അവഗണനകൾ, ഇതേ പരിഹാസം, ഇതേ പുച്ഛം, അച്ഛനെ ആക്ഷേപിക്കുക, അമ്മയെ ആക്ഷേപിക്കുക, കുടുംബത്തിലുള്ള ആൾക്കാരെ ആക്ഷേപിക്കുക, വ്യക്തിപരമായി ആക്ഷേപിക്കുക, പറയുന്ന വാക്കുകൾക്ക് വില തരാതിരിക്കുക, എങ്കിൽ വിലയുണ്ടാക്കി കാണിക്കണമെന്ന ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പഠിച്ച ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ കിട്ടുന്ന. പിന്നെ നിങ്ങളിപ്പം നല്ല നടനാണെന്ന് ചോദിച്ചില്ലേ, അത് കണക്ക് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. അതെ, അത് പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ്. സിവിൽ സർവീസ് ഹൈലി ഗ്രാസ്പിംഗ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിന് പറ്റിയതല്ല. എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഞാൻ ഹാർഡ് വർക്കറല്ല. ഞാനൊരു 10 മണിക്കൂറൊന്നും പഠിക്കില്ല, ഒരുപാട് സമയം പുസ്തകത്തിൻ്റെ പിന്നാലെ ഇരിക്കില്ല. ഞാൻ അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റില്ല. അഖിൽമാരാറേ ഇനി വീണ്ടും ഒരു സിനിമ എടുക്കും, സംവിധാനം ചെയ്യണമെന്ന് ഉള്ളെങ്കിൽ ഞാൻ എടുത്ത സിനിമയാണോ? ഞാൻ എടുത്ത സിനിമയാണോ? താത്വികവലോകനം ഞാൻ എടുത്ത സിനിമയാണ്. അതിനകത്ത് പറയുന്ന രാഷ്ട്രീയം തന്നെയാണ് അഖിലിൻ്റെ രാഷ്ട്രീയം. 3 രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിച്ചുകൊണ്ട് സ്വന്തമായി ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജയിക്കുന്ന ഒരാളുടെ കഥയാണ് അത് പറഞ്ഞത്. ചേട്ടാ അഭിനയിച്ച സിനിമയാണല്ലോ, അപ്പൊ കണ്ടപ്പോഴത്തേന് സോ എന്താ തോന്നി? വളരെ മോശം തോന്നി. അതെ, അത് ഞാൻ അവരോട് പറഞ്ഞാണ്. അത് ഞാൻ എന്തിനാണ് അഭിനയിക്കാൻ പോയി നിങ്ങൾക്കറിയത്തില്ല. ഞാൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം റൈസ് ചെയ്ത സമയത്ത് അപ്പോൾ എനിക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഒരുപാട് സിനിമകളിൽ നായകനായിട്ടും അല്ലാതെയും. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഓരോ സംവിധായകന്മാരുടെ പേരും നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞു തന്നെ പറയാം. ഷാജി കൈലാസ് സാർ എന്നെ നായകനാക്കി പടം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് വന്ന ഒരാളാണ്. ഞാൻ പടം ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ഉള്ളംകൊല്ലിയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല പോയത്. ഉള്ളംകൊല്ലിയിലേക്ക് പോകുന്ന സമയത്ത് പ്രൊമോഷൻ ചെയ്യേണ്ട, പകരം വയനാട്ടിലൊരു വീട് വെച്ച് കൊടുക്കണം എന്ന് അവരെൻ്റെ അടുത്ത് സമ്മതിച്ചതിൻ്റെ പേരിലാണ് ഞാൻ പോയത്. അവിടെ അഖിൽമാരാർ ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്നേ കരുതിയുള്ളൂ. ഇന്നും ഈ നിമിഷം വരെ എന്താണ് ഒരു സിനിമയിൽ പോലും നിങ്ങൾ എന്നെ കാണാത്തത്? എനിക്ക് ബന്ധങ്ങളില്ലാഞ്ഞിട്ടാ, അവസരങ്ങൾ കിട്ടാഞ്ഞിട്ടാ? മറ്റുള്ളവരെ പോലെ ആയിരുന്നു ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ് അഖിൽമാരാർ അല്ല. അഖിൽമാരാനെ സംബന്ധിച്ച് കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആണോ? അങ്ങനെയുണ്ടോ? അല്ല, അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നത്? ഞാൻ പങ്കെടുത്ത ഷോ ബിഗ് ബോസ് ആണ്. ജനം വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിക്കുകയും ഒരാളെ പുറത്താക്കുകയും ചെയ്യുന്നൊരു ഷോയാണ്. എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മളിവിടെ ജയിക്കുന്നത്. അപ്പം ബിഗ് ബോസിൽ പോയിട്ട് ഒരാൾ 80% വോട്ട് നേടി ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടി പുറത്ത് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ആൾക്കാരെല്ലാം വെറുത്തത് കൊണ്ടാണോ? അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം. അതിനുശേഷം പുറത്തിറങ്ങി ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തതായിക്കോട്ടെ. ഈ മാർച്ച് 15-ാം തീയതി എനിക്കൊരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന സ്ഥലത്ത് വരുന്ന ക്രൗഡ്സ്, അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, എത്രയോ ആൾക്കാർ നമ്മളെ ഭയങ്കരമായി സ്വീകരിക്കുന്നത്. ഇപ്പം ഈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് എത്ര പേരെ പിന്തുണയുണ്ട് ഇന്ത്യയിൽ? 40% പേരുടെ പിന്തുണയുള്ളൂ. 60% പേരെ എതിർക്കുക. പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റും എന്നതാണോ അതിന്റെ അർത്ഥം? ഈ ജനാധിപത്യത്തിൽ തനിക്ക് പ്രൈം മിനിസ്റ്റർ ആയിക്കൂടെ? പറ്റാതിരിക്കുന്നുണ്ടോ? എൻ്റെ ജനാധിപത്യം എന്താണ്? ഈ രാജ്യത്ത് നിശബ്ദനാക്കപ്പെടുന്ന ജനതയ്ക്ക് എല്ലാ സമയത്തും ഉയർന്ന് സംസാരിക്കാനും അവൻ്റെ ആവശ്യങ്ങൾ മറ്റൊരുത്തൻ്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് സൃഷ്ടിക്കപ്പെടണം. അതിന് അവന് ഒന്നും തടസ്സമായി മാറാൻ പാടില്ല. ജാതി തടസ്സമായി മാറാൻ പാടില്ല, മതം തടസ്സമായി മാറാൻ പാടില്ല, അധികാരമില്ലായ്മ തടസ്സമായി മാറാൻ പാടില്ല. ഒരു പൗരൻ അവൻ്റെ ശബ്ദം നീതിക്ക് വേണ്ടി ഉയർത്തിക്കാനും അത് കേൾക്കാനും അനുഭാവപൂർവ്വം കേൾക്കാനും എൻ്റെ ക്യാമ്പയിൻ പോലും ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരാതി പറയുന്നവനും പരാതി കേൾക്കുന്നവനും ഒന്നായിരിക്കണമെന്നാണ്. നാളെ ഈ പാർട്ടി മാറാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തെ ബേസ് ചെയ്തിരിക്കും. കാരണം എൻ്റെ ലക്ഷ്യം നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കേരളത്തിൽ ഒരുത്തനും ആശയത്തിൽ ബേസ് ചെയ്തല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കൂ. ഈ 1900 ഒരു വിലയുമില്ല. ഇത് സത്യമാണ്. ഞാൻ പറഞ്ഞുതരാം. 1885 അലൻ ഒക്ടേവിയൻ ഹോം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യം. 1950 ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷം എന്താണ് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം? എന്താണ് ലക്ഷ്യം? പറയാൻ മതേതരത്വം. ഇനി മതേതരത്വം പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മതേതരത്വം ഉണ്ടോ റിയാലിറ്റിയിൽ? ഇല്ല. CPM-നുണ്ടോ? ഇല്ല. സംവരണ സീറ്റിൽ ഇന്ന് വരെ അവർ പറയുന്നത് ഹിന്ദുത്വ ദേശീയ ബോധമാണ്. അവർ വൺ സൈഡാണ്. അവർ പറയുന്നത് അതാണല്ലോ. മതേതര പാർട്ടി അല്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ. BJP പറയുന്നതാണെന്ന്. അവരുടെ വാക്ക് പ്രവൃത്തി ഒന്നാണ്. വലിയ വലിയ ചർച്ചകളൊക്കെ കഴിഞ്ഞു. ഇനി ഈ ഒരു റാപ്പിഡ് ഫയർ സെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ലീഡർ ആണോ ഇൻഫ്ലുവൻസർ ആണോ? ഷോർട്ട് ആയിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഒറ്റ വാക്ക്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ലീഡർ ആവാനാണ് ആഗ്രഹം.
മാസാണോ ക്ലാസ് ആണോ? മാസാണോ ക്ലാസ് ആണോ? സ്വയം അങ്ങനല്ല, അത് ഒരു സാധാ മനുഷ്യനാണ്. എൻ്റെ ചില നിലപാടുകൾ ചിലർക്ക് മാസമായി തോന്നും, ചിലർക്ക് അത് കോമഡി ആയിട്ട് തോന്നും, ചിലർക്ക് പരിഹാസമായിട്ട് തോന്നും. ഓക്കെ, റിയൽ ലൈഫാണോ റിയൽ ലൈഫാണോ? 100% റിയൽ ലൈഫാണ്. റിയൽ ലൈഫാണ്. റിയൽ ലൈഫാണ്. ഞാൻ പവർ ഓർ പീസ്? പവർ ഉണ്ടെങ്കിലേ പീസ് ഉണ്ടാവും. ഫെയിം ആണോ റെസ്പോൺസിബിലിറ്റി ആണോ? റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ, 100%. ഫെയിം പാടെ താല്പര്യമില്ല. നമുക്ക് ഫെയിമിന്റെ ആവശ്യമില്ല. ഞാൻ ഫെയിം എടുക്കാൻ ശ്രമിച്ചത് പണ്ട് എസ് ജെ സൂര്യ പറഞ്ഞൊരു ഇന്റർവ്യൂ ഉണ്ട്. അയാൾ സിനിമയിൽ നായകനാവാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. പക്ഷേ നായകനാവാൻ കഴിയാതെ വന്നപ്പം ഇപ്പുറത്ത് പുള്ളിയൊരു, അതായത് നായകൻ എന്ന് പറയുന്ന ഒരു വലിയ മലയാണെന്നും ആ മലയിലേക്ക് കയറാൻ പറ്റാതെ ഞാൻ ഇപ്പുറത്ത് വേറൊരു മല, സംവിധായകൻ എന്ന് പറയുന്ന മലയുണ്ടാക്കി ആ മലയുടെ മണ്ടയിൽ നിന്ന് ഞാൻ ഇപ്പുറത്തോട്ട് ചാടിയെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. സമാനമാണ്, എനിക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ആയിട്ട് നീ രാഷ്ട്രീയത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുടെ മുന്നിൽ ഇതൊക്കെ ഫേസ്ബുക്കിലൊക്കെ എൻ്റെ പോസ്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി കാണാം. ആയിട്ട് വന്നവനാണെന്ന്. ട്രോൾസ് എൻജോയ് ഇഗ്നോർ. ട്രോൾ എൻജോയ് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. അത് ഞാൻ സ്വീകരിക്കും. രണ്ടും അഖിൽമാരാർക്ക് പോസിറ്റീവ് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ഒരിക്കലും ഇഗ്നോർ ചെയ്യാറില്ല, എങ്കിലേ എനിക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു ട്രോളുകളൊക്കെ ഫാമിലി ആയിട്ട് എങ്ങനെയാണ്? ഫാമിലി ആ ചേച്ചിയൊക്കെ അത് എൻജോയ് ചെയ്യുമോ, അല്ലെ ചേച്ചി അത് പേഴ്സണലി എടുക്കാറുണ്ടോ? അതിന്റെ ഒരു ഇതെങ്ങനെയാണ്? ഈ ലക്ഷ്മി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ലക്ഷ്മിയുടെ അമ്മയും കൂടെ എന്നെ കാണുമ്പോൾ ഞാൻ CPM അടി കൊണ്ട് തലയും പൊട്ടി കൈമുട്ടയെ കൂടെ ഫുള്ള് ചോരയെ ഒലിപ്പിച്ച് പൂവറ്റൂരെന്ന് പറയുന്ന പ്രദേശത്തൂടെ നടന്നു വരുന്നത് അപ്പുറത്ത് നിന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മയും മൂക്കും ഈ നടക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ചിന്തയുണ്ടാകുമോ? അവർക്കതൊരു പ്രശ്നമേ അല്ല. ഇത് 2013 കാര്യം ഞാനീ പറഞ്ഞത്. ആ സമയത്താണ് ലക്ഷ്മി എന്നെ കാണുന്നത്. അന്ന് മുതൽ എൻ്റെ സ്വഭാവം അവർക്കറിയാം. അവൾ പ്രഗ്നൻ്റായിട്ട് കിടക്കുന്ന സമയത്തും ഞാൻ പഞ്ചായത്തിനെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അവൾ എൻ്റെ അടുത്ത് തുടക്കത്തിൽ പറഞ്ഞൊരു പരാതി തന്നെയായിരുന്നു. അവൾക്ക് പ്രഗ്നൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ നാട്ടുകാരെ കാര്യം നോക്കാൻ നടന്നൊരുത്തനാണെന്ന് പറഞ്ഞിട്ടുള്ളവളാണ്. അവളുടെ എന്നോട് പറഞ്ഞിട്ടില്ല. അവൾക്കൊരു ഇച്ചിരി രസം വേണമെന്ന് പറഞ്ഞപ്പം അത് ചോദിക്കാൻ അവളുടെ ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള പരാതികൾ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത്. ഞാനൊരു നല്ല ഭർത്താവ് അല്ലാതായി മാറിയത് അത്തരം മൊമെൻറ്റുകളിലാണ്. ഞാൻ ഈ സമയത്ത് എൻ്റെ നാട്ടിൽ കൊടിക്കുന്നിൽ സുരേഷ് MP അനുവദിച്ച ഹൈമാസ് ലൈറ്റ് CPM ഇടാൻ സമ്മതിക്കാതെ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കയറി ഈ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെതിരെ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഇതൊക്കെ. ഫേസ്ബുക്കിൽ പഴയ എൻ്റെ പോസ്റ്റുകൾ തന്നെ കണ്ടുപിടിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. ക്രിക്കറ്റുമായിട്ട് വളരെ ബന്ധമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ സഞ്ജു സാംസന്റെ 2020 കഴിഞ്ഞപ്പോൾ വളരെ ആഘോഷമാക്കിയിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഞ്ജു സാംസണുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? അങ്ങനെ അത്തരം പേഴ്സണൽ ബന്ധമൊന്നും എനിക്ക് സഞ്ജുവായിട്ടില്ല. പക്ഷേ ഞാൻ സഞ്ജു കേരള KCL കളിക്കുന്ന ടീം കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ്. ആ ബ്ലൂ ടൈഗേഴ്സ് ഒരു തുടങ്ങി വെക്കാൻ കാരണക്കാരനായ ഒരാളിനകത്ത് ഞാനും ഉണ്ടാവും. ആ ടീമിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറെ പോലെ ആ ടീമിൻ്റെ ഭാഗമുണ്ട്. സഞ്ജുവിൻ്റെ ബ്രദർ സാലിയാണ് ക്യാപ്റ്റൻ. ഞാൻ സഞ്ജുവിന് വേണ്ടി 2022 ഒരു പോസ്റ്റ് ഇട്ടു. മാറ്റി നിർത്താം, അവസരം വൈകിപ്പിക്കാം, പക്ഷേ നിങ്ങൾക്ക് അയാളെ അവഗണിക്കാൻ കഴിയില്ല. സഞ്ജു സാംസൺ എന്ന പേര് കേരളത്തിൻ്റെ ഗാലറിയിൽ മാത്രമല്ല നിങ്ങൾ കളിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മുഴങ്ങിക്കേൾക്കുന്ന ഒരു കാലം വരും. സപ്പോർട്ട് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ് 2022 ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് ചോദ്യം, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു അതിപ്രസരം കേരളത്തിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നൊരു പദം ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇബ്രഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി തൊട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകളിൽ ഇപ്പം എന്താ പറയുന്നത് ബെൻ ജോൺസനെയോ അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്സ് മേഖലയിലൊക്കെ പെലെ ഉൾപ്പെടെയുള്ള ആൾക്കാരെയൊക്കെ ആയിരുന്നു. ഇവരൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ ലോകം വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അവരെ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അതവരെ സൂക്ഷിക്കണം. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയാവണം, അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് മോശമായി മാറാൻ പാടില്ല. എന്താണെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് എന്താണ് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം ഇലക്ഷനൊക്കെ ബന്ധപ്പെട്ട്? പ്രേക്ഷകരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇവരൊക്കെ പറയുന്ന പകുതിയെ വിശ്വസിക്കും. നമുക്കിട്ട് തന്നെ ലാസ്റ്റ് കൊള്ളാം. പകുതിയെ നിങ്ങൾ വിശ്വസിക്കാവും, പകുതി സത്യം നിങ്ങൾ കുറച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നിലനിൽപ്പാണ് മാധ്യമങ്ങളുടെയും പ്രശ്നം, അഖിൽമാരാറിന്റെ പ്രശ്നം അല്ലേ? നിലനിൽപ്പല്ലേ പ്രശ്നം? നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് കാണുന്ന അഖിൽമാരുണ്ട്. ഓവർ കോൺഫിഡൻസിൽ അഖിൽമാരുണ്ട്, സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അഖിൽമാരുണ്ട്, ഇപ്പൊ രാഷ്ട്രീയക്കാരന് അഖിൽമാരുണ്ട്. അപ്പൊ നിലനിൽപ്പിന് വേണ്ടി അഖിൽമാർ എന്താണ് ചെയ്യാ? അതാണ് ഞങ്ങൾക്ക് അവസാനമായിട്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അപ്പൊ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഒരു നോട്ടോട് കൂടി നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ചേട്ടാ, എല്ലാവിധ ആശംസകളും, എല്ലാ വിജയാശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.